സന്നിധാനത്ത് നിന്ന് അഖിൽ പാലോട്ട് മഠം കൂടി ഒപ്പം ചേരുന്നുണ്ട്. അഖിൽ, അവിടെയാണ് കേന്ദ്രം. ശരണമന്ത്രങ്ങൾ ഉരുവിട്ട് മണിക്കൂറുകൾ ക്യൂ നിന്ന് മല കയറി വന്ന് അയ്യനെ ഒരു നോക്ക് കണ്ട് മടങ്ങിപ്പോകാനുള്ള തിക്കും തിരക്കുമാണവിടെ. നാളെ പിന്നെ പറയേണ്ടതില്ലല്ലോ. ഇപ്പോൾ തന്നെ ഏകദേശം 80,000-ലേറെ ഭക്തർ പ്രതിദിനം ശരാശരി അവിടെ വന്നു പോകുന്നുമുണ്ട്. ഇപ്പോഴെങ്ങനെ? കൃഷ്ണരാജ്, ഒരു അയ്യപ്പ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം മാലയിട്ട് മുദ്ര ധരിച്ച, വ്രതം നോറ്റ്, നെയ്ത്തേങ്ങ നിറച്ച, കാടും മേടും താണ്ടി പമ്പയിൽ കുളിച്ച, ആ പമ്പാ സ്നാനം കഴിഞ്ഞ് കരിമലയും നീലിമലയും പൊന്നമ്പലമേടും താണ്ടി 18-ാം പടി ചവിട്ടി ഇവിടെ എത്തുമ്പോൾ ഇവിടെ ആ അയ്യപ്പ സ്വാമിയെ ഭഗവാനായ തത്വമസി പൊരുളായ അയ്യപ്പ സ്വാമിയുടെ മുമ്പിൽ തത്വമസി എന്നെഴുതി ആ കൊടിമര ചുവട്ടിൽ സ്വീകരിക്കുന്നുണ്ടാകും. 18 തത്വങ്ങളെയും 18 പ്രത്യയശാസ്ത്രങ്ങളെയും 18 ആധാരശിലകളെയും ഒക്കെ അങ്ങനെ 18 മലകളെയും എല്ലാം പ്രതിനിധാനം ചെയ്യുന്ന 18 പടി തൊട്ടു വണങ്ങി ഒരു അയ്യപ്പ സ്വാമി വരുമ്പോൾ അവിടെ കൊടിമര ചുവടുണ്ടാകും. ആ കൊടിമര ചുവട്ടിൽ ആ കൊടിമരം വാജീവാഹനന് സ്ഥാപിച്ചിട്ടുള്ള ആ കൊടിമരത്തിൽ മുമ്പിൽ പ്രണമിച്ച് അവിടെ നിന്നും ഓരോ അയ്യപ്പ സ്വാമിയും അവിടെ നിന്ന് അയ്യന്റെ അരികിലേക്ക് പോകും. അയ്യന്റെ അരികിലേക്ക് എത്തുമ്പോൾ തലയിൽ ഈ സ്നേഹത്തോടെ അല്ലെങ്കിൽ തലയിൽ ഭക്തിപൂർവം ചേർത്തു പിടിച്ചിരിക്കുന്ന ആ ഇരുമുടിക്കെട്ട്, ആ നെയ്ത്തേങ്ങ, ആ ജീവാത്മാവും പരമാത്മാവും ഒരുപോലെ ചേർത്തു പിടിച്ച ആ നെയ്ത്തേങ്ങയിലെ ആ നെയ് ഭഗവാന് സമർപ്പിച്ച് പിന്നെ അഭിഷേകത്തിനായി കാത്തിരുന്ന അവിടെ അഭിഷേകവും നടത്തിയാണ് പിന്നെ 18 പടികൾ താണ്ടി തിരിച്ച് മലയിറങ്ങി പോകാൻ ഒരു അയ്യപ്പ സ്വാമിയുടെ ഒരു കാലത്തെ ഒരു വ്രതം അവസാനിച്ചു പോകുന്നത്. അതിൽ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഏറ്റവും പവിത്രമായ അല്ലെങ്കിൽ ഓരോ അയ്യപ്പ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഒരാണ്ടുകാലം കാത്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് നാളത്തെ മകരജ്യോതി തെളിയുന്ന ആ ദിവസം എന്ന് പറയുന്നത്, മകരസംക്രാന്തിയുടെ ആ ദിവസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കയറുന്നു വരുന്ന എല്ലാ അയ്യപ്പ ഭക്തരും എനിക്ക് പിന്നാലെ അണപൊട്ടി ഒഴുകുന്ന നദി പോലെ പ്രവഹിച്ചു വരുന്ന ഈ ഭക്തജന പ്രവാഹം അത് നാളത്തെ മകരജ്യോതിയും ദർശിച്ച് മാത്രമായിരിക്കും മുന്നോട്ട് പോവുക. അങ്ങനെ ആ മകരജ്യോതിയും തൊഴുതായിരിക്കും ഓരോ അയ്യപ്പ സ്വാമിയും ഇവിടെ നിന്ന് അങ്ങനെ മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ശബരിമല സന്നിധാനം ഭക്തി നിർഭരമായി ഭക്തി സാന്ദ്രമായി പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതിവേഗമാണ് ശബരിമല സന്നിധാനത്ത് നിന്നും 18-ാം പടിയിൽ നിന്നും അയ്യപ്പന്മാരെ ഈ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. ഒരു മിനിറ്റിൽ ഏകദേശം ശരാശരി 80ഓളം അയ്യപ്പ ഭക്തരെ കടത്തിവിട്ടാൽ മാത്രമാണ് ശബരിമല സന്നിധാനത്ത് സുഗമമായി 1 മണിക്കൂറിൽ ഏകദേശം 4000-ഓളം വരുന്ന അയ്യപ്പ ഭക്തർക്ക് ദർശനം നടത്തി കടന്നു പോകാൻ സാധിക്കുന്നത്. അങ്ങനെ ദർശനം നടത്തിയാൽ മാത്രമായിരിക്കും ആ സുഗമമായ രീതിയിൽ ഏകദേശം 1 ലക്ഷത്തോളം അല്ലെങ്കിൽ ആ 1 ലക്ഷത്തോളം അടുക്കുന്ന തരത്തിലേക്കുള്ള ആ ദർശനത്തിന്റെ ഭാഗ്യത്തിലേക്ക് പോവുക ഉണ്ടാകുന്നത്. എന്തായാലും ശബരിമല സന്നിധാനം വളരെ ഭക്തി നിർഭരമായ വളരെ ഭക്തിസാന്ദ്രമായ രീതിയിലാണ് ശബരിമല സന്നിധാനം മുന്നോട്ട് പോകുന്നത്. നമ്മൾ കാണുന്നത് പോലെ കുഞ്ഞു മാളികപ്പുറങ്ങളടക്കം അമ്മമാരടക്കം വയോവൃദ്ധരായിട്ടുള്ള ആബാലവൃദ്ധം ജനങ്ങളും എല്ലാവരും ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്, ഭക്തി നിർഭരമായി എത്തുന്നുണ്ട്. ഏകദേശം 5000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിലാണ് ഇത്തവണത്തെ മകരവിളക്കിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 5000-ഓളം പോലീസ് ഉദ്യോഗസ്ഥർ വിവിധങ്ങളായ കേന്ദ്രങ്ങളിലായിട്ടാണ് ഇത്തവണ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഏകദേശം 1800-ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ 1800-ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഞാൻ നിൽക്കുന്ന സന്നിധാനത്താണ് ക്രമസമാധാന അതായത് ADGP ആയിട്ടുള്ള ശ്രീജിത്ത് സാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ നേതൃത്വം നൽകുന്നത്. അവിടെ അതിനുശേഷം വലിയ പോലീസ് സന്നാഹമുള്ളത് പമ്പയിലാണ്. ഏകദേശം 800-ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പമ്പയിലുണ്ട്. അങ്ങനെ പമ്പയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ക്രമസമാധാനത്തിന്റെ മറ്റൊരു IG ആയിട്ടുള്ള ശ്യാം സുന്ദറിന്റെ നേതൃത്വത്തിലായിരിക്കും അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുക ഉണ്ടാകുന്നത്. പിന്നീട് നിലയ്ക്കലാണ് ഏകദേശം 700-ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാവുക. അതുപോലെ DIG ആയിട്ടുള്ള ഈ അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലാണ് നിലയ്ക്കലിൽ പോലീസ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. എറണാകുളം റേഞ്ച് ഐജിയുടെ നേതൃത്വത്തിൽ ഇടുക്കിയിലും അതുപോലെ തന്നെ കോട്ടയത്തും 650-ഓളം പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തവണ മകരവിളക്കിന്റെ ക്രമീകരണങ്ങൾ സുരക്ഷ ഒരുക്കുന്നതിന്റെ സജ്ജമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഓരോ അയ്യപ്പ സ്വാമിയും അതിവേഗം എത്തുകയാണ് അയ്യപ്പ സ്വാമിയുടെ അരികിലേക്ക്. തന്റെ കഷ്ടതകളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം തന്നെ അയ്യപ്പ സ്വാമിയുടെ മുമ്പിൽ പറയാൻ, തന്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഭഗവാന്റെ മുമ്പിൽ കെട്ടഴിച്ചു വെക്കാൻ, തൊണ്ട പൊട്ടുമാ
ഉറക്കെ ഉച്ചത്തിൽ ശരണമന്ത്രം വിളിച്ചാണ് ഈ സന്നിധിയിലേക്ക് ഒരു അയ്യപ്പ ഭക്തൻ കടന്നു വരുന്നത്. ആ അയ്യപ്പ ഭക്തനെ ചേർത്തു പിടിക്കുന്ന പ്രത്യേക രൂപം തന്നെയാണ് ആ ചിന്മുദ്രാങ്കിതമായിരിക്കുന്ന അയ്യപ്പസ്വാമി. നെയ്യഭിഷേകപ്രിയനായ അയ്യപ്പസ്വാമി, പാലഭിഷേകപ്രിയനായ അയ്യപ്പസ്വാമി, കളഭാഭിഷേകപ്രിയനായ അയ്യപ്പസ്വാമി, പഞ്ചാമൃത അഭിഷേകപ്രിയനായ അയ്യപ്പസ്വാമി. അങ്ങനെ ഓരോ ഭക്തനെയും അത്രയും സ്നേഹത്തോടെ വാത്സല്യത്തോടെ കാത്തുരക്ഷിച്ച് കാനനവാസൻ കൊണ്ടുപോകുന്ന കാഴ്ച നമുക്ക് സന്നിധാനത്ത് നിന്ന് കാണാൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് ഈ മകരവിളക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ തന്നെ ഏകദേശം 1 ലക്ഷത്തിൽ പരം ഭക്തജനങ്ങൾ സന്നിധാനത്തിന്റെ വിവിധ പ്രദേശങ്ങൾ, അതായത് പാണ്ടിത്താവളത്തും ഈ അപ്പാച്ചിമേട്ടിലും അതുപോലെ തന്നെ ഊറ്റുകുഴിയുടെയും ഭസ്മക്കുളത്തിന്റെയും ഭാഗങ്ങളിലായി വിവിധ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ തന്നെ തമ്പടിച്ചു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവർക്കെല്ലാവരുടെയും അരികിലേക്ക് ഭക്ഷണവുമായി ദേവസ്വം ബോർഡും എത്തുന്നു എന്നതാണ് ഇത്തവണത്തെ മകരവിളക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അന്നദാന മണ്ഡപത്തിലേക്ക് മാത്രമായി ഭക്ഷണത്തിന് പോയി ഒരു തിക്കും തിരക്കും ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ക്രമീകരണം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ശബരിമല സന്നിധാനം ഭക്തി നിർഭരമാണ്. പരകോടിയിലിരുത്തി നിൽക്കുന്ന പൂർണ്ണമായിരിക്കുന്ന ഒരു ഭക്തിസാന്ദ്രമായിരിക്കുന്ന കാഴ്ച നമുക്ക് ഇവിടെ ുന്നുണ്ട്. ഓരോ അയ്യപ്പസ്വാമിയും അതിവേഗം കടന്നു പോകുന്ന കാഴ്ചകളൊക്കെ തന്നെ മകരവിളക്കിന് പൂർണ്ണമായി ഒരുങ്ങുന്നു സന്നിധാനം. തിരുവാഭരണ ഘോഷയാത്ര നാളെ സന്നിധാനത്തെത്തും. രാത്രിയോടെ ലാഹയിലെത്തും. മകരവിളക്ക് ദർശിക്കാൻ 10,000-കണക്കിന് ഭക്തരാണ് സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്നത്. വിവിധയിടങ്ങളിൽ നിന്ന് സന്നിധാനത്ത് നിന്ന് അഖിൽ പാലോട്ടുമഠം, ശരംകുത്തിയിൽ നിന്ന് എം മനോജ്, തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പം മിഥുൻ മുരളി, എരുമേലിയിൽ നിന്ന് മിഥുനയ്യപ്പൻ എന്നിവരാണ് ഒപ്പം ചേർന്നത്.